നിങ്ങളുടെ ഗോഡസ് റെയിൻകോട്ട് സെറ്റപ്പ് ഇൻസൈഡ് ഫോറസ്റ്റ് വാല ബാത്റൂം. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. ഹലോ, ഞാനിപ്പം നിൽക്കുന്നത് ഒരു തകിരി പീടിക എന്ന് പറയുന്ന നമ്മുടെ പട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ടെങ്കിലും കുറവാണ്. അവിടെ ഒരു ചെറിയ ഫുഡ് റെസ്റ്റോറൻ്റ് ഇല്ല. അവിടുത്തെ ബാത്റൂമിൻ്റെ ഒരു ആംബിയൻസ് കണ്ടു. ഏതൊരു വനപ്രദേശത്ത് നമ്മൾ കാര്യം സാധിക്കാൻ വന്ന പോലെ. ഇടുവല്ലേ, പുറത്ത് നല്ല മഴയാണ്. അകത്തിങ്ങനെ വാഷ് ബേസിനുണ്ട്. മഴയായതാണ് എൻ്റെ റെയിൻകോട്ട് സെറ്റപ്പ്. ആ തകരി പീടിക എന്ന് പറയുന്ന ചെറിയ റെസ്റ്റോറൻറ്റിൽ ഒരു ആംബിയൻസ് കണ്ടോ, സെറ്റപ്പ് ലൈറ്റിങ്. ഇവിടെ ഇരുന്നാണ് നിങ്ങളുടെ ഗോഡസിൻ്റെ തീറ്റ. ആക്ച്വലി ഈ കുഞ്ഞ് റെസ്റ്റോറൻറ്റ് വരുന്ന മഴപ്പാലത്താണ് കേട്ടോ. എൻ്റെ കൈ തന്നെ കാണും. തീറ്റയുടെ വീഡിയോ തീറ്റ കൊണ്ടുവരുമ്പോൾ കാണിച്ചു തരാം. ഞാൻ എൻ്റെ റെയിൻകോട്ട് ഊരിക്കളഞ്ഞു ഗൈസ്. തിന്നുമ്പോൾ വയറ് എല്ലാം കൂടെ കെട്ടി വെച്ച് ഡൈജഷൻ നടക്കില്ല. എൻ്റെ അപ്പിയറൻസ് ഞാൻ കാണിച്ചു കേട്ടാ. ആ എൻ്റെ ഫേവറേറ്റ് ജീൻസും ടീഷർട്ടും മറ്റേ മോഡിക്കാണ്. ഇല്ല, സാധനങ്ങൾ വന്നില്ല. വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലഞ്ചും ഡിന്നറും മാത്രമേ കിട്ടൂ കേട്ടോ. ഗോഡ്സ് കഴിക്കാൻ പോകുന്നത് നാടൻ ചോറ്, നെത്തോലി ഫ്രൈ വെച്ചൊരു പിടി പിടിക്കാൻ പോകുന്നു. എല്ലാവരും പോരെ. നെത്തോലി ഫ്രൈ അത് ഞാൻ ഓർഡർ ചെയ്താൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ മീനിൻ്റെ ആളാണ്. ഫ്രൈ അധികം ഞാൻ അടിക്കാറില്ല, ഡയറ്റ് ആയതുകൊണ്ട്. അതിൻ്റെ ദേഹത്ത് കാണാനുണ്ടല്ലോ ഫിറ്റ്നസ് ഇപ്പോൾ. പക്ഷേ ഇന്ന് എനിക്ക് ഇതില്ല, അതായത് കറി കിട്ടിയില്ല. അപ്പോൾ ഇനി ഫിഷ് ഫ്രൈ മേടിക്കുന്നത്. ഫിഷ് എനിക്ക് മസ്റ്റാണ് ദിവസത്തിൽ. അതാണ് എൻ്റെ തീറ്റ. ഫിഷ് ഫ്രൈ വരട്ടെ, കാണിച്ചത്. അത്യാവശ്യത്തിന് കൂട്ടാനൊക്കെ ഉണ്ട്. സാലഡ്, പപ്പടം, ഇനി എന്ത് വേണം? മീൻ വറുത്തതും കൂടെ പോരട്ടെ, അരങ്ങ് തകർക്കാൻ. കഴിഞ്ഞാലി വെള്ളം അതും ആ സൈഡ് ഇരിക്കുന്നു. എല്ലാം കണ്ടുകൊണ്ട് മീനിൻ്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അച്ചാറ്, കപ്പ. ഫിഷ് ഫ്രൈൻ്റെ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ ഫിഷ് ഫ്രൈ നെത്തോലിയാണ് കൊടുക്കണത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ തിന്നാൻ കേട്ടോ, അല്ലാത്തവർക്ക് ഞാൻ തരില്ല. ഇങ്ങനെ ഗോഡസ് തീറ്റ തുടങ്ങി. നെത്തോലി ഫ്രൈ വന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഫിഷ് ഫ്രൈ തീർത്തിട്ട് കാണാം. അങ്ങനെ ഗോഡസ് ക്യാബേജ് തോരൻ തട്ടി വിട്ട് കഴിഞ്ഞു. ക്യാബേജ് തോരൻ കാലി ഖത്തം പോകുക ഡിയേഴ്സ്. ക്യാബേജ് തോരൻ നിങ്ങളുടെ ഗോഡസിൻ്റെ പ്രിയപ്പെട്ടൊരു വെജിറ്റബിൾ കറി ഡിഷാണ് കേട്ടോ, കറിയാണ്. അതുപോലെ തന്നെ അടുത്ത് എനിക്ക് വെജിറ്റബിൾ ഡിഷസിൽ ഏറ്റവും ഇഷ്ടം അവിയലാണ് കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചോറ് തിന്നാൻ വേറെ എന്ത് വേണം? എത്ര പേർക്ക് അവിയലും ക്യാബേജ് തോരനും ഇഷ്ടമാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതാ എത്തി നമ്മുടെ സാമ്പാർ. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് മീനിന്റെ ഗ്രേവിയും സാമ്പാറും. സബ്സ്ക്രൈബേഴ്സിന് മാത്രം. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് കുഞ്ഞു കോമ്പയിൽ നിറയുന്നതിൽ ഇത്രയും ഞാൻ കഴിക്കാറില്ലായിരുന്നു. ഭാഗം ഇപ്പോൾ ഹോട്ടലിൽ വന്നൊരു വ്ളോഗ് ആയതുകൊണ്ട് മോരും ഇതെല്ലാം കൂട്ടി ഞാൻ അടിക്കുന്നില്ലേ. ലിമിറ്റഡ് ആയിട്ടേ ഞാൻ കഴിക്കും. അങ്ങനെ എൻ്റെ വയറൊക്കെ നിറഞ്ഞൂടി, പൊട്ടാറായി, ഫിനിഷായി.
എനിക്ക് ബ്ലോഗ് ഇഷ്ടപ്പെട്ടവർ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാം കോഡ് സിന്ധുജ. അടുത്ത വീഡിയോ ഞാൻ വരുന്നവരെ കാത്തിരിക്കുക. ലവ് യു ഓൾ. ബൈ. ഒപ്പം എനിക്കൊരു പുതിയ എഡ്യൂക്കേഷൻ ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, SR ക്ലാസ്സസ്. അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. ഇതേപോലെ ഞാൻ എൻ്റെ ലിങ്ക് ഇടാം ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞാൽ വെള്ളം കൂടി. ഇന്ന് ഗോഡസ് അവസാനം തരുന്ന ഉമ്മ നടുക്കാ തന്നത്. കാരണം എല്ലാവരും കള്ളം പറ്റിച്ച് അവസാനം മാത്രം സ്കിപ്പ് ചെയ്ത് കണ്ടാലോ. വീഡിയോ മൊത്തം കാണണേ ഡിയേഴ്സ്. ഇതായത് അവരുടെ മെനു കാർഡ്. ഡിന്നറും ലഞ്ചും മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. 11:30 തൊട്ട് ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ മലപ്പാലത്തിൻ്റെ റോഡ് സൈഡിൽ സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ടേക്ക് കെയർ. ടാറ്റാ.